ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി ബിഗ് ബോസ് മത്സരാർത്ഥികളെ തമ്മിൽ അടുപ്പിക്കാനുള്ള ഒരു ടാസ്ക് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് ഓരോ മത്സരാർത്ഥികളെയും വിലയിരുത്തുക. നിങ്ങൾക്ക് ഏത് മത്സരാർത്ഥിയുടെ സ്ഥാനത്തേക്കാണ് എത്താൻ താല്പര്യം ഇല്ലാത്തത്, അവരെക്കുറിച്ച് പറയുക എന്നതായിരുന്നു ടാസ്ക്. പല മത്സരാർത്ഥികളും വന്ന് പലരെയും പറഞ്ഞു, അവരെ പോലെ ആവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോന്നു. ഒടുവിൽ നമ്മുടെ നോറ വരികയാണ്. നോറ പറയുകയാണ്, ജാൻമണി ചേച്ചിയെ പോലെ ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ജാൻമണി ചേച്ചിയുടെ സ്ഥാനത്തേക്ക് എത്താനോ എനിക്ക് താല്പര്യം ഇല്ല. നമ്മൾ ഓരോരുത്തരും ഇവിടെ വന്നിരിക്കുന്നത് സർവൈവ് ചെയ്യാനാണ്. എന്നാൽ ജാൻമണി ചേച്ചി ഇവിടെ ചെയ്യുന്നത് മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ നിൽക്കുന്നത് പോലെ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തി ഇവിടെ നിൽക്കുന്നതായാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റുള്ളവരെ ത്രട്ടൺ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആള് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും മറ്റുള്ളവർ മറച്ചു വെക്കുന്നത്. അതായത് സത്യസന്ധമായ ആളെക്കുറിച്ച് പറയാൻ പലർക്കും ഭയമാണ്. അതൊരു പക്ഷേ ചേച്ചി മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ വായിൽ തോന്നുന്നത് എല്ലാം വിളിച്ചു പറഞ്ഞ് ഞാൻ ഇങ്ങനെയാണ് എന്നുള്ള ഭയപ്പെടുത്തുന്ന ആ ഒരു ധാർഷ്ട്യമാവാം. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം രാത്രി എല്ലാ ആളുകളുടെയും അടുത്തുപോയി 18+ ജോക്സ് പറഞ്ഞ് ആൾക്കാരെ ചിരിപ്പിക്കുന്നത് കൊണ്ടാവാം ജാൻമണി ചേച്ചി ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. അല്ലാതെ എൻ്റെ കാഴ്ചപ്പാടിൽ അവർ യാതൊന്നും തന്നെ ഇവിടെ ചെയ്യുന്നില്ല. അവരെന്ത് ചെയ്താലും അതിനെ അലക്കി വെളുപ്പിക്കാൻ കൂടെ കുറെ ആളുകൾ ഉള്ളത് കൊണ്ട് മാത്രം അവരിപ്പോഴും ഇവിടെ പിടിച്ചു നിൽക്കുന്നു. ആ ഒരു സ്ഥാനത്ത് എത്താൻ എനിക്ക് ആഗ്രഹമില്ല. മാത്രമല്ല ഫ്രണ്ട്ഷിപ്പിന്റെ വിലയെക്കുറിച്ച് അഹോരാത്രം പറയുകയും ശേഷം അവരെ തന്നെ പുറകിൽ നിന്ന് കുത്തുന്നതായും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ പോലെ ആകാൻ എനിക്ക് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നോറ അങ്ങോട്ട് മാറിയിരിക്കുകയാണ്. അപ്പോഴേക്കും ജാൻമണി നോറയ്ക്ക് നേരെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു സമയത്ത് മറ്റു മത്സരാർത്ഥികൾ എല്ലാവരും പറയുന്നുണ്ട്, ഇത് മോർണിംഗ് ആക്ടിവിറ്റിയുടെ സമയമാണ്, അത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് കഴിയട്ടെ, അതിനുശേഷം സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ജാൻമണി അവിടെ പിടിച്ചിരുത്തുകയാണ്. മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞ് എല്ലാ മത്സരാർത്ഥികളും എഴുന്നേറ്റ് പോകുമ്പോൾ ജാൻമണി നോറയ്ക്ക് നേരെ ആഞ്ഞടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ജാൻമണി നോറയ്ക്ക് നേരെ തിരിയുമ്പോൾ നോറ പലയാവർത്തി പറഞ്ഞു, ചേച്ചി മിണ്ടാതിരുന്നു എന്ന് 3-4 വട്ടം അവിടെ ഇരുന്ന് നോറ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ജാൻമണി വീണ്ടും ശബ്ദത്തിൽ അവിടെ ഇരുന്ന് ഓരോന്ന് പറയുകയാണ്. അതിനുശേഷം നേരെ നോറയെ തല്ലാനായി ജാൻമണി കൈ ഓങ്ങുകയാണ്. ഈ ഒരു കൈ ഓങ്ങുന്ന സമയത്ത് സഹമത്സരാർത്ഥികൾ എല്ലാവരും തന്നെ പിടിച്ചു മാറ്റുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഫിസിക്കൽ അസോൾട്ട് നടന്നില്ല. ആ ഒരു സമയത്ത് എല്ലാവരും ഇടപെട്ടത് കൊണ്ട് മാത്രം ഈ ഒരു സാഹചര്യം അവിടെ അങ്ങനെ കഴിഞ്ഞു. അതിനുശേഷം ബിഗ് ബോസ് ഇടപെടുന്നു. ബിഗ് ബോസ് എല്ലാവരോടും ആക്ടിവിറ്റി ഏരിയയിൽ വന്ന് ഇരിക്കാനായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം അവിടെ ആരും തന്നെ ഒന്നും സംസാരിക്കാതെ ബിഗ് ബോസ് ആണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയാനായി പോകുന്നത്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയം വരെ അവിടെ എല്ലാവരും നിശബ്ദരായി ഇരിക്കുകയാണ്. ബിഗ് ബോസിൻ്റെ ആ ഒരു ബിഗ് ബോസ് എന്താണ് പറയുന്നത് എന്ന് നോക്കിക്കൊണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് നോറയും ജാൻമണിയും തമ്മിൽ ഇവിടെ വാക്കുതർക്കം നടക്കുന്നുണ്ട്. പക്ഷെ മറ്റുള്ള മത്സരാർത്ഥികൾ പറയുന്നുണ്ട്, ഇവിടെ ബിഗ് ബോസിൻ്റെ വാക്കാണ് നമ്മൾ പ്രധാനമായിട്ടും കേൾക്കേണ്ടത്, അതുകൊണ്ട് തന്നെ രണ്ടാളും മിണ്ടാതെ ഇരിക്കൂ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവരെല്ലാവരും തന്നെ അവിടെ നിശബ്ദരായി ഇരിക്കുകയാണ്. ഒരുപക്ഷെ സഹമത്സരാർത്ഥികൾ ഇടപെട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ റോക്കിയും സിജോയും പോലെ അവിടെ ഒരു ഫിസിക്കൽ അസോൾട്ട് നടന്ന് ഒരു മത്സരാർത്ഥി ബിഗ് ബോസ് ഷോയിൽ നിന്നും പോയിട്ടുണ്ടാവും. സോ പ്രേക്ഷകർക്ക് എന്താണ്